വിശ്വാസ ജീവിതത്തിലേക്കും തിരിയേണ്ട നാളുകൾ ആകുന്നില്ല എങ്കിൽ സ്നേഹമുള്ളവരെ, മറ്റേതൊരു ദിവസങ്ങൾ പോലെയും ഈ തിരുനാൾ ദിനങ്ങൾ കടന്നു പോകും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുകയാണ്, കഫർനഹൂമിൽ, കൊരാസിൽ, ബെത്സയിദ നിനക്ക് ദുരിതം. നിന്നിൽ പ്രഘോഷിക്കപ്പെട്ട സുവിശേഷവും നിന്നിൽ നടന്ന അത്ഭുതങ്ങളും സോദോമിലും ഗൊമോറയിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ടേ ചാക്കുടുത്ത് അനുദപിക്കുമായിരുന്നു. സ്നേഹമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹമല്ലാതെ മറ്റെന്താണ് ഉള്ളത്? അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഈ നിമിഷം വരെ ദൈവത്തിന്റെ അനുഗ്രഹവും സ്വർഗത്തിന്റെ കൃപയുമൊക്കെ നമ്മൾ വഴി നടത്തിയത്. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവകൃപയല്ലാതെ, സ്വർഗത്തിന്റെ പരിപാലനയല്ലാതെ എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിലേക്ക് തിരിയുവാനായിട്ട് പഠിക്കുന്നത്? ഒരു ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് ചോദിച്ചു, ഗുരു, സന്തോഷപൂർണമായിട്ട് സമാധാനപൂർണമായിട്ട് ജീവിക്കുവാനായി ഞാൻ എന്ത് ചെയ്യണം? ഗുരു ആ ശിഷ്യന് 2 വാക്കിൽ ഉത്തരം നൽകി, ജീവിതം ലളിതമാക്കുക. ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ ജീവിതം ലളിതമാക്കുക എന്ന് പറഞ്ഞാൽ ലാളിത്യമുള്ളവരായി ജീവിക്കുക, അല്ലെങ്കിൽ നിർമ്മലരായി ജീവിക്കുക എന്നുള്ളതാണ്. സുവിശേഷത്തിൽ ശിഷ്യന്മാർ വന്ന് യേശുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവരെന്ന്? യേശു അവർക്ക് ഉത്തരം നൽകുന്നത് ഇങ്ങനെയാണ്: ഒരു ശിശുവിനെ അവരുടെ മധ്യത്തിലേക്ക് വിളിച്ചുകൊണ്ട്, മാനസാന്തരപ്പെട്ട് ഈ ശിശുവിനെ പോലെ നിങ്ങൾ ലാളിത്യമുള്ളവരായി മാറുന്നില്ലെങ്കിൽ, നിർമ്മലരായി നിങ്ങൾ മാറുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയില്ല. സ്വർഗരാജ്യത്തിലെ വലിയവനാവുക എന്നുള്ളതല്ല, മറിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് എന്ന് യേശു ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നൽകുന്ന ഒന്നാമത്തെ ചിന്ത, ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകണം, നവീകരണം ഉണ്ടാകണം. ലാളിത്യത്തോടുകൂടി ജീവിച്ച ഒരു വിശുദ്ധയാണ് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയായിട്ടുള്ള ചെറുപുഷ്പം. ജീവിതത്തിലുടനീളവും വിശുദ്ധ പറയുന്നത് പോലെ ഈ നിമിഷം വരെയും ഞാനൊന്നും എന്റെ കർത്താവ് നിഷേധിച്ചിട്ടില്ല എന്ന് പറയുകയും ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തി. നമ്മുടെ അനുദിന ജീവിതത്തില് നമ്മുടെ സുഖ സൗകര്യങ്ങളോട് സൗകര്യപൂർവ്വം വിശുദ്ധിയെയും വിശ്വാസത്തെയും മാറ്റി നിർത്തുമ്പോൾ ഞാനും നിങ്ങളും കൈമോശം വരുത്തുന്നത് ജീവിതത്തിന്റെ ഈ ലാളിത്യത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ സുവിശേഷം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ശിശുക്കളുടെ മനോഭാവത്തെയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാനും നിങ്ങളും നമ്മുടെ മുമ്പിൽ കൊട്ടിയിളക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. ഇന്ന് കർത്താവ് എന്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് കടന്നു വരികയാണെങ്കിൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഫർനഹൂമിനോടും ബെത്സയിദയോടും കൊരാസിനോടും പറഞ്ഞതുപോലെ എന്നോടും നിങ്ങളോടും പറയുമോ, നിങ്ങളിലേക്ക് പ്രഘോഷിക്കപ്പെട്ട സുവിശേഷം, നിങ്ങളിലേക്ക് പ്രവർത്തിക്കപ്പെട്ട അത്ഭുതങ്ങൾ എന്തുകൊണ്ട് വ്യക്തമായി പോവുകയാണ്? സ്നേഹമുള്ളവരെ, ഈ തിരുനാൾ ദിനങ്ങൾ നമുക്ക് മാനസാന്തരത്തിന്റെ ദിനങ്ങളാകട്ടെ. ഈ തിരുനാൾ ദിനങ്ങൾ നമുക്ക് തിരിച്ചു വരവേണ്ട ദിനങ്ങളാകട്ടെ. ഈ തിരുനാൾ ദിനങ്ങൾ നവീകരണത്തിന്റെയും ലാളിത്യത്തിന്റെയും കൈമോശം വന്ന ജീവിത വിശുദ്ധിയുടെയും വീണ്ടെടുക്കലിന്റെ ദിനങ്ങളാകട്ടെ. രണ്ടാമത്തെ സന്ദേശം വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ നിന്നുള്ള സന്ദേശം തന്നെയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ തന്റെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യം പോലും വലിയ സ്നേഹത്തോടുകൂടി ചെയ്ത ഒരു വിശുദ്ധയാണ്. വളരെ കുറച്ചു കാലം മാത്രം തന്റെ സന്യാസ ഭവനത്തിന്റെ ആകുതിക്കുള്ളിൽ ജീവിച്ച ഈ വിശുദ്ധ ഇന്ന് കാലങ്ങൾക്കപ്പുറം ആഘോഷിക്കപ്പെടുന്നുവെങ്കിൽ, ഈ തിരുവഴിക്കാരിൽ ഓർമ്മിക്കപ്പെടുന്നുവെങ്കിൽ അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ വിശുദ്ധ തന്റെ ഹൃദയത്തിലും ജീവിതത്തിലും ബന്ധങ്ങളിലും കാത്തു സൂക്ഷിച്ച ദൈവസ്നേഹം ഒന്ന് മാത്രമാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ തന്റെ വാക്കുകളെ സ്നേഹം കൊണ്ട് അലങ്കരിച്ചു. വിശുദ്ധ കൊച്ചുത്രേസ്യ തന്റെ ജീവിതത്തിലെ പ്രവൃത്തികളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. തന്റെ ജീവിതത്തിലെ ചിന്തകളെ
സ്നേഹം കൊണ്ട് നിറച്ചു. ദൈവസ്നേഹത്താൽ വിശദീകരിക്കപ്പെട്ട ഒരു സ്നേഹത്തിന്റെ മെഴുകുതിരി നാളമായി ജീവിച്ച വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. സ്നേഹമുള്ളവരെ, നമ്മൾ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സ്നേഹത്തിന്റെ ജീവിതം എനിക്കും നിങ്ങൾക്കും ഒരു വെല്ലുവിളിയാണ്. നമ്മൾ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സ്നേഹത്തിന്റെ ജീവിതത്തിന്റെ മാതൃക ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എനിക്ക് എന്റെ ചുറ്റുമുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് എന്റെ ദൈവത്തിന് പരിപൂർണമായിട്ടുള്ള ഒരു സമർപ്പണത്തിന്റെ സ്നേഹയാഗമായി എന്റെ ജീവിതത്തെ മാറ്റാൻ സാധിക്കുന്നുണ്ടോ? എന്ത് ചെയ്യുമ്പോഴും എനിക്കെന്ത് ലഭിക്കുമെന്നുള്ള മനോഭാവമാണോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ പതിക്കുന്നത്? എനിക്കെന്ത് ലഭിക്കുമെന്നല്ല, മറിച്ച് എനിക്കെന്ത് നൽകാൻ സാധിക്കുമെന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് വളരുവാനായിട്ട്, ജീവിതം ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, ഇന്ന് സ്നേഹത്തിന്റെ മാതൃകയായി ജീവിച്ച വിശുദ്ധ ജലദോഷം എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഒരു സ്നേഹത്തിന്റെ വലിയ ചോദ്യചിഹ്നമാണ്. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ സ്നേഹം കൊണ്ട് അലങ്കരിക്കുവാനും നിറയ്ക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? സ്നേഹത്തിന്റെ ആത്മങ്ങളായി മാറുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു. മൂന്നാമതായിട്ട്, ഇന്നത്തെ ഈ തിരുനാൾ ദിനം നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധ ജീവിതങ്ങളായി മാറണമെന്നുള്ള ചിന്തയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ വിശുദ്ധീകരിക്കുന്ന ജീവിതങ്ങളായി മാറണം. നമ്മൾ സ്വർഗീയ മധ്യസ്ഥയായിട്ടുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയായ മാതാപിതാക്കളുടെ പേരുകൾ സെയിന്റ് ലൂയി മാർട്ടിൻ എന്നാണ്. കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരേ സമയം ഒരു ദമ്പതികൾ അല്ലെങ്കിൽ ഒരു മാതാവും പിതാവും വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടത് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയായിട്ടുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കളായിട്ടുള്ള ലൂയി മാർട്ടിനും സെലിനുമാണ്. വിശുദ്ധ ലൂയി മാർട്ടിനും വിശുദ്ധ സെലിനും ആരെയാണ് വിശുദ്ധരാക്കിയത്? വിശുദ്ധ ഈ മാതാപിതാക്കളുടെ ജീവിതമാണോ അവരുടെ മകളായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ വിശുദ്ധയാക്കി മാറ്റിയത്? അല്ലെങ്കിൽ വിശുദ്ധിയുടെ മാതൃകയായി ജീവിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യയാണോ അവരുടെ മാതാപിതാക്കളെ വിശുദ്ധരായി രൂപാന്തരപ്പെടുത്തിയത്? സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ദേവാലയത്തിന്റെ പരിപാടി കടന്ന് മാതാപിതാക്കളുടെ കരങ്ങളിൽ കൈക്കുഞ്ഞുങ്ങളായി കടന്നു വന്നവരാണ്. ജ്ഞാനസ്നാന ജലത്തിന്റെ തീർത്ഥം എന്നെയും നിങ്ങളുടെയും ശിരസിൽ വീണതിന്റെ അഹങ്കാരം ഹൃദയത്തിൽ തീർന്നവരാണ്. പക്ഷേ ആ വിശുദ്ധ ജലത്തിന്റെ, ആ വിശുദ്ധ തീർത്ഥത്തിന്റെ പുണ്യത്തിലും വിശുദ്ധിയിലും ജീവിക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരും? എന്നെയും നിങ്ങളുടെയും ജീവിതം നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മക്കളെയും വിശുദ്ധിയിലേക്ക് കൈവരിച്ചുയർത്തുന്നുണ്ടോ? ഈ ഏകയുടെ ജീവിതത്തിന് നിന്റെ ജീവിതം ഒരു ഉദപ്പായി തീരുമെങ്കിൽ നിന്റെ കഴുത്തിൽ തിരികെ കെട്ടി നീ സ്വയം കടലിലേക്ക് എറിയപ്പെടണമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ഉദപ്പാണോ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള ഒരു വാതായനമാണ്? സ്നേഹമുള്ളവരെ, വിശുദ്ധ കൊച്ചുത്രേസ്യയായ ജീവിതം, അവിശുദ്ധ മാതാപിതാക്കളുടെ ജീവിതം വിശുദ്ധീകരിക്കുന്ന ജീവിതങ്ങളായിരുന്നു. അവരുടെ ചുറ്റുമുണ്ടായിരുന്നവരെ വിശുദ്ധിയുടെ പുണ്യമണിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ജീവിതമായിരുന്നു. ഇതേ ദിവസം ഈ തിരുനാൾ ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം എന്റെ ചുറ്റുമുള്ളവരെ വിശുദ്ധീകരിക്കുന്ന ജീവിതമാണോ എന്ന് ആത്മപരിശോധന നടത്തുന്നത് അനുയോജ്യമാണ്. അവസാനമായി ഒരു കുഞ്ഞു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കല് ഒരു ആമ ഒരു സിംഹത്തിന്റെ മുൻപിൽപ്പെട്ടു. ഈ സിംഹം ഈ ആമയെ തിന്നുവാനായി ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ ആമ സിംഹത്തോട് പറഞ്ഞു, എനിക്ക് അവസാനമായിട്ട് ഒരു ആഗ്രഹമുണ്ട്. സിംഹം ചോദിച്ചു, എന്താണ് നിന്റെ അവസാനത്തെ ആഗ്രഹം? എനിക്ക് ഈ ഒരു രാത്രി കൂടി ജീവിക്കണം. ഈ ആമയെ സിംഹം കഴിച്ചുകൊണ്ട് ഈ സിംഹത്തിന്റെ മടയിലേക്ക് പോയി ആ രാത്രി മുഴുവൻ ജീവിക്കുവാനായിട്ട് ഈ ആമയ്ക്ക് സിംഹം അനുവാദം കൊടുത്തു. പിറ്റേന്ന് പ്രഭാതമായി വിശന്ന് വന്ന സിംഹം ഈ ആമയെ തിന്നുവാനായിട്ട് വരികയാണ്. അപ്പോൾ കാണുന്നത് ഈ സിംഹത്തിന്റെ മടയിലെ മുമ്പിലുള്ള മണ്ണ് മുഴുവൻ ഈ ആമ കുത്തി മറിച്ചിരിക്കുന്നതായിട്ടാണ്.
അപ്പൊ സിംഹം ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? ആമ പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുപാട് ആമകൾ വരുന്നുണ്ട്. ഈ ശേഷിപ്പുകൾ കണ്ടുകൊണ്ട് അവർ മനസ്സിലാക്കണം, ഞാനൊരു സമരത്തിന് ശേഷം, ഞാനൊരു തീവ്രമായ യുദ്ധത്തിന് ശേഷമാണ് കീഴ്പ്പെട്ടത് എന്ന്. സ്നേഹമുള്ളവരെ, ഈ ആമയുടെ ചിന്ത എന്ന് പറയുന്നത് ആമയുടെ ശേഷിപ്പുകൾ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് മാറണമെന്നുള്ളതാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ശേഷിപ്പുകൾ അവശേഷിപ്പുകളായിട്ട് മാറാനുള്ളതല്ല, മറിച്ച് ഓർമ്മിക്കപ്പെടേണ്ട തിരിശേഷിപ്പുകളായിട്ട് മാറേണ്ടതാണ്. കാലങ്ങളിലേക്കുപുറം വിശുദ്ധ കൊച്ചുദേശീയായ ജീവിതം ഈ തിരുവനന്തപുരത്തായി ഓർമ്മിക്കപ്പെടുന്നത്, ആഘോഷിക്കപ്പെടുന്നത് ആ വിശുദ്ധ കടന്നുപോയപ്പോൾ ശേഷിപ്പിച്ച വിശുദ്ധിയുടെ, വിശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ തിരിശേഷിപ്പുകളെ കുറിച്ച് തന്നെയാണ്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതം നവീകരണത്തിന്റെയും മാനസാന്തരത്തിന്റെയും ഒരു നവ്യമായ പാതയുടെ കടത്തിവിടണമെന്ന്, നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ ഒരു പുത്തൻ അനുഭൂതി നൽകണമെന്ന്, നമ്മുടെ ജീവിതം എന്റെ ചുറ്റുമുള്ളവരെ വിശുദ്ധീകരിക്കുന്ന ഒരു ജീവിതമാക്കി രൂപാന്തരപ്പെടുത്തണമെന്ന് നമ്മൾ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുദേശിയായ കൂടെ നമ്മെ സർവശക്തനായ